മൊബൈല് ഫോണ് ഗുണങ്ങൾക്കൊപ്പം ദോഷകരവുമാകുന്ന സാഹചര്യങ്ങളുണ്ട്. മൊബൈല് ഫോണുകൾ ഉപയോഗിക്കാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല. ഇന്നത്തെ കാലത്ത് കുട്ടികള് മുതല് മുതിർന്നവര് വരെ മൊബൈല് ഉപയോഗിക്കുന്നവരാണ്. എന്നാൽ അതിന് ഗുണം പോലെ തന്നെ ദോഷവുമുണ്ട്. മൊബൈല് ഫോണുകള് പുറപ്പെടുവിപ്പിക്കുന്ന റേഡിയേഷന് കാൻസര് പോലെയുള്ള മാരകമായ രോഗങ്ങൾ ഉണ്ടാകുന്നതിന് കാരണമാകുമെന്ന പല സംശയങ്ങളും ഉയർന്നു കേൾക്കുന്നുണ്ട്. പല മൊബൈല് ഫോണുകളും റേഡിയേഷന് പുറപ്പെടുവിക്കുന്നുണ്ട്. എന്നാൽ നിങ്ങൾ ഉപയോഗിക്കുന്ന മൊബൈല് ഫോണിലെ റേഡിയേഷന് പരിധി അപകടമുള്ളതാണോ എന്ന് പരിശോധിക്കാന് കഴിയും. എന്താണ് SAR? മൊബൈല് ഫോണിന്റെ റേഡിയേഷന് തീവ്രത അളക്കാനുള്ള അളവുകോലാണ് SAR, സ്പെസിഫിക് അബ്സോർപ്ഷൻ റേറ്റ്. അതായത് നാം മൊബൈല് ഫോൺ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ശരീരം ആഗിരണം ചെയ്യുന്ന റേഡിയോ ഫ്രീക്വൻസി അഥവാ ഉയർന്ന ഫ്രീക്വൻസിയിലെ ഊർജ്ജത്തിന്റെ അളവാണ് SAR. എത്രയാണ് സുരക്ഷിതമായ SAR? SAR അളക്കുന്നത് വാട്ട് അല്ലെങ്കിൽ കിലോഗ്രാം വഴിയാണ്. FCC അഥവാ ഫെഡറൽ കമ്മ്യൂണിക്കേഷന് കമ്മീഷന് യുടെ നിയമപ്രകാരം 1.6 W കിലോഗ്രാമാണ് സുരക്ഷിതമായ എക്സ്പോഷര് പരിധി. ഈ വാല്യൂ എത്രത്തോളം താഴുന്നുവോ അത്രത്തോളം സുരക്ഷിതമാണ്. അടുത്ത തവണ ഫോണ് വാങ്ങുമ്പോൾ അതിന്റെ SAR മൂല്യം പരിശോധിച്ച ശേഷം വാങ്ങാന് ശ്രദ്ധിക്കുക. സെൽഫോണിന്റെ റേഡിയേഷൻ എങ്ങനെ പരിശോധിക്കാം? ഓരോ ഫോണുകളിലും SAR വ്യത്യാസപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ഫോണിന്റെ SAR നിശ്ചിത പരിധിക്കുള്ളിലാണെന്ന് ഉറപ്പുവരുത്തേണ്ടത് ഓരോരുത്തരുടെയും കടമയാണ്. ആൻഡ്രോയിഡ് അല്ലെങ്കിൽ iOS ഉപകരണത്തിന്റെ റേഡിയേഷൻ അളവ് പരിശോധിക്കാനായി ചെയ്യേണ്ട കാര്യങ്ങൾ ഇങ്ങനെയാണ്. *07 ഡയൽ ചെയ്ത് RF എക്സ്പോഷറിൽ ടാപ്പ് ചെയ്യുക. ഫോണിന്റെ റേഡിയേഷൻ ലെവലുകൾ ലഭിക്കുന്ന ഒരു പുതിയ വിൻഡോ തുറന്നുവരും. 1.6 വാട്ട് കിലോഗ്രാമില് താഴെയാണ് ലഭിക്കുന്ന വാല്യൂ എങ്കിൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. അതില് കൂടുതലാണെങ്കിൽ തീർച്ചയായും അപകട സാധ്യതയുണ്ട്. ഐഫോണിന്റെ റേഡിയേഷന് കണ്ടെത്തുന്നത് എങ്ങനെ? ഡയൽ പാഡ് തുറന്ന് അതില് *07 എന്ന് ടൈപ്പ് ചെയ്ത് കോള് ചെയ്യുക. ഇത് ഫോണിലെ സെറ്റിംഗ്സിലേക്ക് നിങ്ങളെ കൊണ്ടുപോകും. RF റേഡിയേഷന് ഫ്രീക്വൻസി എക്സ്പോഷറിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വരുന്ന വെബ് പേജിലേക്കുള്ള ലിങ്കില് ക്ലിക്ക് ചെയ്യുമ്പോൾ ഫോണിന്റെ റേഡിയേഷൻ അളവ് അറിയാന് സാധിക്കും.